ഓ ചങ്ക് കൂട്ടുകാരെ, അങ്ങനെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. റിസൾട്ട് വന്നപ്പോൾ നമ്മളുടെ ചങ്ക് പിള്ളേരെല്ലാം പാസ്സായി. ആ സന്തോഷത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് മന്തിയും ചിക്കൻ പൊള്ളിച്ചതും ആയാലോ എന്ന് പ്ലാൻ ചെയ്തത്. അപ്പോഴാ പിള്ളേര് പറഞ്ഞത് അത് മാത്രം പോരാ, നമുക്ക് അത് ഉണ്ടാക്കുക തന്നെ ചെയ്യണമെന്ന്. ഇത് പറഞ്ഞാൽ അൽഫാമും മന്തി അത് തന്നെ. അപ്പോഴേക്കും പിള്ളേര് ക്യാഷെല്ലാം പിരിച്ചു കഴിഞ്ഞിരുന്നു കേട്ടോ. കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ഇതുണ്ടാക്കാൻ ഞങ്ങൾ ആശാനെ തന്നെ വിളിച്ചു. നമ്മളുടെ ഷാഫി ആശാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആശാൻ ഞങ്ങളുടെ അടുത്തെത്തി. അങ്ങനെ അതിലേക്കുള്ള ചിക്കനും അതുപോലെ മസാലക്കുള്ള സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ മേജർ കുക്ക് ഷാഫി ഇവിടെ നേരിൽ എത്തിയിട്ടുണ്ട്. നീ പേടിക്കണ്ട, ഇനിയെല്ലാം അവൻ നോക്കിക്കോളും. അങ്ങനെ ഈ ചിക്കനെ അൽഫാമാക്കി മാറ്റുന്നതിനുള്ള ചേരുവകളെല്ലാം കൂട്ടി മസാല ഒരുക്കാൻ തുടങ്ങി. ഇവിടെ ഉള്ളിയരിയുന്നതൊക്കെ ഇടയ്ക്കിടെ കുറെ കോമഡികളും നടക്കുന്നുണ്ട്. അതിന് വേണ്ട ഇറച്ചിയെല്ലാം ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല അൽഫാം പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ മസാലയെല്ലാം ശരിയായി കഴിഞ്ഞു. എടുത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ ഇത് നന്നായി തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇനി നമുക്കുള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആശാനെ. നമ്മുടെ കയ്യിലുള്ളത് 16 പീസാണ്. ആ 16 പീസിലും മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മസാലക്കൂട്ടെല്ലാം ശരിയാക്കിയത് ആദിലിന്റെ വീട്ടിൽ നിന്നുമാണ്. ചിക്കൻ പൊള്ളിച്ചെടുക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു വൈബ് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ തോടരികിലേക്ക് പോയി. ഇനിയുള്ള പരിപാടികളെല്ലാം തോടരികിലാണ്. റൈസിന് വേണ്ടിയുള്ള കൂട്ടുകളെല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്നു തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ചുടുന്നതിന് വേണ്ടി കരിയും തീയും ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ. കരി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ചകിരിയും ചിരട്ടയുമായി അങ്ങനെ കരിയും തീയും ഉണ്ടാക്കി ചൂടും ആവിയും ആയതിനു ശേഷം ഇല്ലെല്ലാം വൃത്തിയാക്കി അതിൽ നന്നായി എണ്ണയും പുരട്ടി ഞങ്ങളുടെ സ്വന്തം മേജർ കുക്ക് ഷാഫി ഓരോ ചിക്കനും എടുത്ത് നന്നായി അടുക്കി അതിലേക്ക് ഒരുപോലെ വെച്ചു. ഒരു ഗ്രില്ലിൽ 7 പീസ് വീതം വെച്ചിരുന്നു. ഇത് നന്നായി ചൂടായതിനു ശേഷം മറിച്ചും തിരിച്ചും വെക്കണം. കുറച്ച് പണിയുണ്ട് ആവാൻ. അമ്മയോടുകൂടി കാത്തിരുന്നു. പക്ഷേ വെറുതെ ഇരുന്നില്ല. അപ്പോഴേക്കും മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലായി. അതിനുള്ള അടുപ്പ് വേറെ കൂട്ടി തുടങ്ങി. ചെറിയതുകൊണ്ട് തീ പിടിക്കാൻ കുറച്ച് പണിയുണ്ട്. നന്നായി വീശി കൊടുക്കണം. അത് ഞങ്ങളെല്ലാവരും കൂടി മാറി മാറി വീശി. അതുപോലെ ഗ്രിൽ ചിക്കൻ നന്നായി വേകാൻ തീ അണയാതെ നോക്കാൻ നന്നായി വീശിക്കൊണ്ടിരിക്കണം. വാങ്ങിച്ച് നമ്മൾ അൽഫാമും മന്തിയും കഴിക്കാറുണ്ട്. പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് പാടുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇതിലെല്ലാം പുക നിറഞ്ഞ് ഓരോരുത്തർ ഇവിടുന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ആശാൻ അവിടെ മന്തി റൈസ് ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ചേരുവകൾ ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുത്താൽ എന്താ, 10ാം ക്ലാസ് ജയിച്ച സന്തോഷമല്ലേ. പിള്ളേര് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങിയാൽ ഇങ്ങനെയും ആഘോഷിക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞില്ല. സന്തോഷത്തിൽ ഞങ്ങളും അവരെ സഹായിക്കാൻ ഇറങ്ങി എന്ന് മാത്രം. പക്ഷേ ഷാഫി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നതാണ് സത്യം. ഫാം പീസ് അപ്പുറവും ഇപ്പുറവും മറിച്ച് അങ്ങനെ വേവ ഏകദേശമായോ എന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീസുകളെല്ലാം എടുത്തു മാറ്റി വീണ്ടും 7 പീസ് വീണ്ടും അതിൽ കയറ്റി. ആരും കാണാതെ അതിൽ നിന്നും ചെറിയ പീസ് എടുത്ത് കഴിച്ചു. നല്ല രസമുണ്ട്. അങ്ങനെ മൊത്തം ഞങ്ങൾ 16 പേരാണ് ഉള്ളത്. അങ്ങനെ 16 പീസും. ഇടയിൽ തീയും പാട്ടും കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കരുതും എന്നിട്ട് എവിടെയാണ് പാട്ടും ഡാൻസും എന്ന്. വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് കിട്ടുമെന്ന പേടിയിൽ അതെല്ലാം ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ആഘോഷം പൊളിയായാലും കോപ്പിറൈറ്റിനെയും കോപ്പി റിജക്റ്റിനെയും നമ്മൾ പേടിക്കണം. ഇതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് കിട്ടിയ മാർക്ക് പറഞ്ഞ് പരസ്പരം അവർ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പരീക്ഷ എഴുതാൻ പോയ അനുഭവങ്ങളും അതുപോലെ തന്നെ റിസൾട്ട് അറിയുന്നതിന് മുമ്പുണ്ടായ ആ ഭയപ്പാടും അതെല്ലാം പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഹാപ്പിയാണല്ലോ. അത് മതിക്കന്മാർ എല്ലാവരും പാസ്സായിട്ടുണ്ട്. ഒരു സന്തോഷമാണ് ലഡുവിൽ ഒതുക്കാതെ ഇത്തരം ചിന്തയിലേക്ക് ഞങ്ങൾ വന്നത് എന്നാണ് പിള്ളേര് പറയുന്നത്. മന്തി പരിപാടി അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ കരുതിയതുപോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. മനോഹരമായ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി കുറച്ചു നേരം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ അവസാനം പിള്ളേരുടെ ആഗ്രഹം പോലെ എല്ലാം സെറ്റായി. ഗ്രിൽ ചിക്കനും മന്തിയും ശരിയായി കഴിഞ്ഞു. എല്ലാവരും ഇനി സന്തോഷത്തോടുകൂടി അത് കഴിക്കുക എന്നുള്ള ജോലി മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ധൈര്യമായി കഴിക്കാം. അതും മതിയാവോളം. സാധനം ഇഷ്ടം പോലെയാണ്. ഫാൻ പീസുകളെല്ലാം
വലിയ പീസുകൾ തന്നെയാണ്. 10ാം ക്ലാസ് പാസ്സായി ആ സന്തോഷം ഇതുപോലെ വെറൈറ്റി ആക്കാമെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഈ വീഡിയോ കാണുന്ന എൻ്റെ നല്ലവരായ കൂട്ടുകാർ ഇതുപോലെ സന്തോഷത്തോടെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുതേ. നല്ലൊരു കൂട്ടുകാരായി ഞങ്ങളോടൊപ്പം എന്നും വേണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.